ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മെക്കിട്ട് കയറിയ രാജീവ് ചന്ദ്രശേഖറിന് കണക്കിന് കൊടുക്കുകയാണ് ഹാഷ്മി. BJP തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറുടെ ആത്മഹത്യയിൽ ഒരു ഉളുപ്പുമില്ലാതെയാണ് ചോദ്യം ചോദിച്ചവർക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ ചാടി അടിച്ചത്. താൻ എല്ലാവരെയും സഹായിച്ചെന്നും എന്നാൽ പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടുവെന്നും അനിൽകുമാർ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ്. BJP നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ വിമർശനമുണ്ടായിരുന്നു. ഭാരവാഹികളായ വലിയശാല ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്ന് കുറിപ്പിൽ കുറ്റപ്പെടുത്തിയിരുന്നു. താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു. ഈ വിഷയത്തിലായിരുന്നു ഇപ്പോൾ BJP പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രോശമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത്. ഇതിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഹാഷ്മി. ശരിക്കും ചന്ദ്രശേഖരനെ മാളത്തിൽ കയറി അടിക്കുകയാണ് ഹാഷ്മി എന്ന് തന്നെ പറയണം. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏത് കടുത്ത പ്രതിസന്ധിയിലും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് സംഭവിക്കാറുണ്ട്, സങ്കടകരമാണ്. അത് ചർച്ചക്കെടുക്കൽ അതിലും സങ്കടകരമാണ്. അത് രാഷ്ട്രീയ ചർച്ചയായി മാറലും മാറ്റലും അങ്ങേയറ്റം വേദനയുമാണ്. ആ തലസ്ഥാന നഗരിയിൽ ജനകീയനായ ഒരു നേതാവ്, ഒരു ആത്മാഭിമാനി, ഗതികെട്ട് സ്വന്തം ഓഫീസിൽ കൊലക്കയറെടുത്ത് 10-40 വർഷങ്ങൾ നീണ്ടൊരു സംഘരാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഉയരുന്നത് ജീവന്റെ വിലയുള്ള ചോദ്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നിറഞ്ഞ കണ്ണുനീര് കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഒരു ചാവു സാക്ഷ്യം കുറിക്കേണ്ടി വരുന്ന അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആറ്റുനോറ്റു വളർത്തി കണ്ടു കൊതിമാറാത്ത സ്വന്തം മക്കളെ, കുടുംബത്തെ, വേണ്ടപ്പെട്ടതൊക്കെ വേണ്ട എന്ന് വെച്ച് ജീവിതം തീർക്കാൻ തീരുമാനിച്ച ഒരുത്തന്റെ അവസാന അക്ഷരങ്ങൾ അവന്റെ സത്യസാക്ഷ്യമാണ്. കള്ളത്തിന്റെ ലാഞ്ചനയില്ലാതെ അങ്ങനെ ആത്മാവിൽ ജീവരക്തം മണക്കുന്ന ഒരു മരണസാക്ഷ്യത്തിൽ RSSകാരനായി തുടങ്ങി BJPക്കാരനായി അടിത്തട്ട് രാഷ്ട്രീയത്തിൽ 40 വർഷങ്ങൾ ഒരു മനുഷ്യന്റെ വഞ്ചനയിൽ വേദനിച്ച വിലാപങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പ്. ആരോരുമില്ലാത്തവന്റെ നിസ്സഹായത നിലവിളി. അവസാന മണിക്കൂറുകളിലെ അക്ഷരങ്ങളിൽ ആ നേതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ കൊലയ്ക്ക് കൊടുക്കലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ കാരണങ്ങൾ അക്ഷരം തെറ്റാതെ വിളിക്കണം. ദയാരഹിത വഞ്ചന. നമ്മുടെ ആളുകളെ സഹായിച്ചതാണ്. ആ വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ ഉരുണ്ടുകളിച്ചതാണ്. ഒറ്റപ്പെട്ട് തോറ്റുപോയതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞടക്കം 2 പെൺമക്കളുടെ അപ്പൻ കൊലക്കയറെടുക്കുന്നതിന് തൊട്ടു മുൻപ് ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്പോഴുമുണ്ട് സാറേ ജീവന്റെ ഗന്ധം. ആരെങ്കിലും ഒരു കൈ സഹായത്തിനുണ്ടാകുമെന്നൊരു വല്ലാത്ത പ്രത്യാശ. BJP എന്നൊരു വാക്കില്ലല്ലോ. ഈ നമ്മുടെ ആളുകൾ എന്ന് പറയുന്ന ആരാ എന്നൊരു ജിക്സോ പസിൽ കളിക്കുന്ന ലാഘവത്തിൽ ചിരിക്കുന്നൊരു നേതാവ് കേവലം 18ാം വയസ്സിൽ RSSകാരനായി തുടങ്ങി ഹിന്ദു ഐക്യവേദി അടക്കം സംഘരാഷ്ട്രീയ വഴിയിലൂടെ മാത്രം 4 പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചൊരു അടിത്തട്ടുകാരൻ BJP നേതാവിന്റെ പട്ടടയിലെ തീയടങ്ങും മുൻപ് ചോദ്യം മുരളീധര മര്യാദകേടാണ്, മനസാക്ഷി വിരുദ്ധമാണ്. എന്നിട്ടും ഇല്ലാ കഥകളും വ്യാജങ്ങളും പറഞ്ഞു CPMന്റെയും പോലീസിന്റെയും മണ്ടയ്ക്ക മരണം വെച്ചുകെട്ടി ഏതോ ഗൂഢാലോചന ആരോപിച്ച് രാഷ്ട്രീയ മാർച്ച് നടത്താൻ BJPക്കാരെ ഉളുപ്പുണ്ടോ? ചില്ലറ തൊലിക്കെട്ടി മതിയോ? ആ പാർട്ടി അധ്യക്ഷന്റെ പോസ്റ്റിന് ധാർമ്മിക രോഷക്കാർ, ആ മരണത്തിന് കാരണം BJP ആണെന്ന് പറയുന്നവർ CPMോ കോൺഗ്രസോ അല്ല. വോട്ടിന് വേണ്ടി ക്രൈസ്തവ സുഖിപ്പിക്കൽ വിചാരധാര വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന RSSകാർ അടക്കമാണ്. പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാവുന്ന കാര്യം. മുഖാമുഖം ചോദിച്ചാൽ ആ മെതിയടിയിട്ട മാധവൻ തമ്പി കണക്കെ അധ്യക്ഷൻ രോഷം കൊണ്ടങ്ങ് വിറക്കലാണ്, ഹാലളക്കം, വീട്ടിലെ ജോലിക്കാരെന്ന മട്ടിലാണ്. നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് വായിൽ തോന്നിയ പറച്ചിൽ. ഈ ജനാധിപത്യ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ അത് കേൾക്കാം. അല്ലാതെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അഹങ്കാരത്തിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ മുതലാളിയുടെ ദന്തഗോപുരദാഷ്ട്രമാണെങ്കിൽ വിരട്ട് 4 മടക്കണം. സാറേ രാജാവേ രാജീവ് ചന്ദ്രശേഖര പോയി പണി നോക്ക്.